Hey guys, welcome back to my YouTube channel, and this vlog is about my internship experience at K-RERA. ഫൈനൽ സെമ്മിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇനിയും 2 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ മെയിൽ അയച്ച് നോക്കി, പക്ഷെ ഒരിടത്തൊന്നും പോസിറ്റീവ് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബൈ ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു ഫ്രം K-RERA അബൌട്ട് അവർ ഇൻറ്റേൺഷിപ്പ്. സോ അങ്ങോട്ട് പോകുന്നൊരു യാത്രയാണിത്. ആൻഡ് ദേ ഓൾസോ ആസ്ക്ഡ് അസ് ടു ജോയിൻ ഓൺ 3rd of May. സോ എല്ലാം പെട്ടെന്നായിരുന്നു, കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞതുകൊണ്ട് പാക്കിംഗ് ആയിക്കോട്ടെ ടിക്കറ്റ് ബുക്കിംഗ് ആയിക്കോട്ടെ എല്ലാം സ്പീഡിലായിരുന്നു ചെയ്തത്. ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ 14 days. ആൻഡ് ഇവിടെ എൻ്റെ ഒപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സ്നേഹയുണ്ട്, ആൻഡ് ഭദ്ര ചേച്ചി, പിന്നെ മാത്യു ചേട്ടനുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് ഭദ്ര ചേച്ചീനെ പിക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ ടു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അവിടെ സ്നേഹ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് അങ്കിൾ ആൻഡ് ആൻറ്റി. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ട്രെയിൻ പിടിച്ചു നേരെ എത്തി ടു ട്രിവാൻഡ്രം. അങ്ങനെ മോർണിംഗ് ഒരു 8:15 ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി, ട്രിവാൻഡ്രത്തെത്തി. ആൻഡ് രാവിലെ തന്നെ നമ്മൾക്ക് വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ IRCTC ഇന്ത്യൻ റെയിൽവേയുടെ ക്യാൻറ്റീൻ, അവിടെ നിന്ന് നമ്മൾ ദോശ പറഞ്ഞു. നമ്മൾ 3 പേരും ഒരേ ഡിഷ് തന്നെ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ദോശ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് എ ബിറ്റ് പുളി കൂടുതലായിരുന്നു. പിന്നെ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മളത് കഴിച്ചു. അപ്പോൾ തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. പിന്നെ യൂണിഫോം ഇട്ട് നേരെ പോയിട്ട് നമ്മൾക്ക് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമായിരുന്നു. ഓൾമോസ്റ്റ് 10-11 തന്നെ എത്തണമായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ പ്ലേസ്, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, K-RERA എന്നാണ് ഷോർട്ട് ഫോം. അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ പോയി ആൻഡ് വി മാർക്ക്ഡ് അവർ അറ്റൻഡൻസ്. സോ അവിടെ ഒരു പിള്ള സാർ എന്നൊരു സാർ ഉണ്ടായിരുന്നു. ആ സാറാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് തന്നെ. ആൻഡ് ലൈക്ക് എപ്പോഴാണ് നിങ്ങൾ വരേണ്ടത്, പിന്നെ നമ്മൾക്ക് കോസ്റ്റ് ലിസ്റ്റൊക്കെ തന്നു. അതായത് ഓരോ ദിവസം എന്തൊക്കെ കൈൻഡ് ഓഫ് കേസസ് അവിടെ ഹിയറിങ്ങിന് ഉണ്ടാവും എന്നുള്ളത്. സോ അത് നമ്മളൊരു വീക്ക്ലി കോസ്റ്റ് ലിസ്റ്റ് നമുക്ക് തന്നിരുന്നത്. ആൻഡ് അതുപോലെ നമ്മൾ പോയാൽ മതി, അതനുസരിച്ച് പോയാൽ മതി. ആൻഡ് ഇത് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. സോ നമ്മൾ പറഞ്ഞത് 2 ബിരിയാണി ആയിരുന്നു, 2 ചിക്കൻ ബിരിയാണി. ആൻഡ് അതും നമ്മൾ കഴിച്ചു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഇൻറ്റേൺഷിപ്പ് അത് കഴിഞ്ഞായിരുന്നു. അതൊരു ഉച്ചയായപ്പോഴത്തേക്കും കഴിഞ്ഞായിരുന്നു, കാരണം നമ്മൾ ചെന്ന് കയറിയിട്ട് അവിടെ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്യണമായിരുന്നു. പിന്നെ നമുക്കൊരു കോർട്ട് പ്രൊസീഡിങ്സ് കാണാനുണ്ടായിരുന്നു. ഒരു നല്ല ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അത് കണ്ട് ഉച്ചയായപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഹോസ്റ്റലിൽ വേറെയും അന്വേഷിച്ചായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അത് അന്വേഷിച്ചു, പക്ഷെ അതൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ വന്ന് നിന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഒന്ന് പുറത്തു പോവാണ്, ജസ്റ്റ് ഒന്ന് ചുമ്മാ കറങ്ങാനായിട്ട്. ഇവിടെ അടുത്ത് ലുലു മോളും പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. യെസ്, ഞങ്ങളുടെ സ്നേഹക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. മെയ് 2 ആയിരുന്നു ബർത്ത്ഡേ, പക്ഷേ നമ്മളും ലൈക്ക് പിറ്റേ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. സോ ഹിയർ ഇസ് ദ ബർത്ത്ഡേ ഗേൾ ആൻഡ് ഭദ്ര ചേച്ചി. പിന്നെ നമ്മൾക്ക് ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സ്നേഹ, ഹാപ്പി ബർത്ത്ഡേ ടു. വാ, അടിപൊളി കേക്ക്. ഇതെന്തൊക്കെ മിൽക്ക് കേക്ക് അല്ലേ? ഇത് മിൽക്ക് കേക്ക് ആണോ നമ്മൾ വാങ്ങിച്ചത്. പ്ലസ് നമ്മൾ ഒരു ഫുൾ ചിക്കനും കുബൂസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. യെസ്, ബൈ ബൈ. അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ലുലു. യെസ്, അങ്ങനെ ട്രിവാൻഡ്രം ലുലു നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്തിയാ? യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. കാണാൻ പറ്റല്ല, വെയിലടിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മളങ്ങനെ ഉപ്പിലിട്ട മാങ്ങ പറഞ്ഞിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങയല്ല, എന്തോ സംഭവം. എവിടെ
വെള്ളം ഇല്ലാത്തത് ഇവിടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കോവളം ബീച്ചിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടി നടക്കുകയാണ്. അങ്ങനെ ബീച്ച് എക്സ്പീരിയൻസിന് ശേഷം വി ആർ ബാക്ക് ടു വർക്ക്. നമ്മൾ രാവിലെ തന്നെ വന്നിരുന്നു, കുറച്ച് കോർട്ട് പ്രൊസീഡിങ്സ് കേട്ടു. ആൻഡ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ നോട്ട് ഡൗൺ ചെയ്തു എന്തൊക്കെയാണ് കേട്ടെന്നുള്ളതൊക്കെ. ആൻഡ് പിന്നെ കോസ്റ്റ് ലിസ്റ്റ് പ്രകാരം നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ KRR എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഇതിനടുത്ത് സ്കാൻഡി ഉണ്ടെന്ന് മനസ്സിലായത്. നേരെ അങ്ങോട്ടേക്ക് പോയി 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓർഡർ ചെയ്തു. വിച്ച് വാസ് ലൈക്ക് വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ പിറ്റേ ദിവസം അവർ വർക്ക് എഗെയിൻ സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിങ്ങനെ ആർട്ടിക്കിൾസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ടു KRR വായിച്ചുകൊണ്ടിരിക്കണം, എസ്പെഷ്യലി റിലേറ്റഡ് ടു റിയൽ എസ്റ്റേറ്റ്. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ആ ഒരു ഫുൾ ഹെക്റ്റിക് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈവനിങ് ഒന്ന് ഔട്ടിങ്ങിന് വന്നിരിക്കുക. എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം. സോ എൻ്റെ ഒപ്പം ഹിയർ വി ഹാവ് സ്നേഹ, സെലൻ ആൻഡ് ബദ്ദേ ചേച്ചി ഉണ്ട്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് മര്യാദക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നു. യെസ്, ഞങ്ങളപ്പോൾ ഈ ഒരു സ്ഥലം മൊത്തം എനിക്കൊന്നും ഒരു പാർക്കാണെന്ന് തോന്നുന്നു. മേളിൽ മൊത്തം നമ്മൾ നടന്ന് പോകണം. ഇങ്ങോട്ടേക്ക് അന്യ വാഹനങ്ങളൊന്നും പ്രവേശനമില്ല, ഫുൾ നമ്മൾ നടന്ന് തന്നെ വരേണ്ടി വരും. സോ പാലസ് എനിക്ക് തോന്നുന്നു അകത്ത് അടച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് ഇവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. സോ നമ്മളുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടം വരെ ജസ്റ്റ് ഒരു 50 റുപ്പീസ് ഓട്ടോ, ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഭദ്ര ചേച്ചി ഇപ്പോൾ നമ്മൾക്ക് ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടെ ചേച്ചി നമ്മളെ കൊണ്ടുപോവാണ്. ഇവിടുത്തെ ഒരു ജോലിക്കാരനോട് നമ്മൾ ചോദിച്ചു. അപ്പോഴേക്കും അവർ പറഞ്ഞു മോർണിംഗ് 10 o'clock സ്റ്റാർട്ടാവും. ആൻഡ് പിന്നെ ഈവനിങ് 5-5:30 ആകുമ്പോഴത്തേക്കും അടക്കും. ആൻഡ് ഞങ്ങളിപ്പോൾ എത്തിയത് 7:30 മണിക്ക് പോവും. പക്ഷെ നമ്മൾക്ക് ഈ ഒരു പാലസിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട് തന്നെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. നോക്കൂ, പിന്നെ ഇവിടെ നല്ല രീതിക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗാർഡനും ഈ ലൈറ്റ് എഫക്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. യെസ് ഗൈസ്, അങ്ങനെ 12:30 കഴിഞ്ഞ് ഓൾമോസ്റ്റ് 12:50 ആയപ്പോഴത്തേക്കും നമ്മൾക്ക് ബ്രേക്ക് കിട്ടി. ആൻഡ് ഈ സമയത്ത് നമ്മൾ ഊണ് കഴിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ ഫുഡിൻ്റെ കറി പച്ചക്ക, അച്ചാർ, പിന്നെ മീൻ വറുത്തതും രസം. സോ ഇവിടെ ഇവർക്കൊന്നും കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം കറി ആയതുകൊണ്ട് വലിയ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പുറത്ത് മാത്യു ചേട്ടനുണ്ട്, മാത്യു ചേട്ടൻ ഫുഡ് കഴിക്കുക.
സോ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നേരെ പത്മനാഭ ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവാണ്. ആൻഡ് അവിടെ അവർ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ സാരി കൊടുത്ത് നല്ല കുട്ടപ്പിയായിട്ട് പോകാൻ പോകണം. യെസ്, അവിടെ ക്ഷേത്രമാണ്. അതിൻ്റെ മുമ്പിലുള്ളൊരു കുളമാണിത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ കണ്ടോ, ഞങ്ങൾ പെട്ടെന്നാണിത് കണ്ടത്. നിറച്ചും മീനാണ്. എന്ത് മീനാണെന്നാവൂല്? ഇത് എന്ത് മീനാണല്ലോ ചേച്ചി? പിലോപ്പിയാണ്. അങ്ങനെ ഒരു 6:30 ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് നമ്മളുടെ ഈ ഒരു ഫോണും അല്ലാണ്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കൊടുക്കണം, ഒരു ക്ലോക്ക് റൂം പോലത്തെ സ്ഥലത്ത്. ആൻഡ് വി വർ സോ ലക്കി ദാറ്റ് വി കുഡ് എൻ്റർ ദ ടെമ്പിൾ ഓൾസോ. പ്ലസ് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് 6:50 തൊട്ട് 7 വരെ അവിടെ ദർശനം ടൈമായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ കയറി കണ്ടു. ആൻഡ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ശ്രീ പത്മനാഭൻ ഹോട്ടൽ പുറത്ത് തന്നെ ഉണ്ട്, അടുത്ത് തന്നെ. ഈ ഹോട്ടലിൽ കയറി നമ്മൾ 3 ഐറ്റംസ് പറഞ്ഞു. ഒന്ന് പൂരി, വേറൊന്നും മസാല ദോശ, പിന്നെ ഒരെണ്ണം ഗീ റോസ്റ്റ്, പിന്നെ 2 കാപ്പി. ആ എങ്ങനെയുണ്ട് ചേച്ചിയുടേത്? ഗീ റോസ്റ്റ് അല്ല മസാല ദോശ. സോ ഇനി ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ നല്ല ക്രിസ്പിയാണ് ഇവിടെ. 3 സെയിം തന്നെ ഇത്. ടേസ്റ്റ് ഉണ്ടോ? മസാല ദോശ കഴിച്ചോട്ടെ. ടൈം മാറ്റം. ഇതെന്താ? പ്ലെയിൻ ഗീ റോസ്റ്റ് നല്ല വലുതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. നല്ല വലുതാണ്. അതിലും സെയിം സംഭവം തന്നെ. പ്ലസ് വട. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ബൈ. ഞങ്ങൾക്ക് ഇന്ന് ഹോസ്റ്റലിൻ്റെ ഇവിടെ ബിരിയാണിയാണ് ഗൈസ്. ചിക്കൻ കറി. അതാണ് നൈറ്റ് ഞങ്ങൾക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഫുഡൊക്കെ പാത്രം കൊടുത്താൽ മതി. അവർ നമുക്കിങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവും. പറഞ്ഞിട്ട് പോകണം ലൈക്ക് എടുത്ത് വെക്കാനായിട്ട്. ആൻഡ് ദിസ് ഈസ് നെക്സ്റ്റ് മോർണിംഗ്. ഇത് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്നുള്ള മുകളിലത്തെ വ്യൂ ആണ്. ആൻഡ് പിന്നെ നമ്മൾ റെഡിയായി ബാക്ക് ടു വർക്ക് അഗൈൻ. സോ നമ്മളുടെ ഈ ഒരു കോൺഫറൻസ് റൂം 7th ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ബാഗും അല്ലാണ്ട് എന്തെങ്കിലും നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നേക്കും ചെയ്യുന്നത് വർക്ക് ഉണ്ടെങ്കിൽ. ആൻഡ് പിന്നെ കോർട്ട് പ്രൊസീഡിങ്സ് കാണാനായിട്ട് നമ്മൾ 5th ഫ്ലോർ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ഇവിടെ വെച്ചിട്ട് നമ്മൾ നോട്ട്സൊക്കെ നോട്ട് ഡൗൺ ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വെരി നെക്സ്റ്റ് ഡേ. നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ടു വിസിറ്റ് പ്ലാനറ്റോറിയം. ഇവിടെ നമ്മളൊരു ദിവസം വന്നായിരുന്നു, ലൈക്ക് മൺഡേയോ ട്യൂസ്ഡേ ഏതൊരു ദിവസം വന്നായിരുന്നു. പക്ഷേ അന്ന് ഇവർക്ക് അവിടെ ഹോളിഡേ ആയിരിക്കും. അപ്പോൾ നിങ്ങളിനി പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ദിവസം നോക്കി പോകരുത്. ആൻഡ് അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരകത്ത് കയറി. അപ്പോൾ നമ്മൾക്കിങ്ങനെ 3D വ്യൂ കാണണമെങ്കിൽ അത് ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റാണ്. കുറേ ഷോകളൊക്കെ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോ. ഈ സ്പേസ് സെൻറ്ററിലോട്ട് പോകുന്നതും അല്ലാണ്ടുള്ള ഒരു 3D എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിത് മൊത്തം കണ്ടിരുന്നു. യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് 8 മണിക്കത്തെ. സോ അത് നമ്മൾ കയറാൻ പോവാണ്. നഗര കാഴ്ചകൾ.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കയറി. നമ്മളുടെ സീറ്റ് നമ്പർ വാസ് 38, 40 ആൻഡ് 58. കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും പല സ്ഥലങ്ങളായിട്ടാണ് കിട്ടിയത്. ഞാനിവിടെ ഉണ്ട്, മധുര ചേച്ചി ഇവിടെ, സ്നേഹ യെസ് അവിടെ ഉണ്ട്. യെസ്, നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. കിഴക്കേക്കോട്ടിൽ നിന്നും ആരംഭിച്ച് പാളയം, മ്യൂസിയം, കബഡിയ, തിരികെ പാളയം, ശംഖുമുഖം, പെരുമാൾ പോയി ബൈപ്പാസ് വഴി കിഴക്കേക്കോട്ടിൽ അവസാനിക്കുന്നു. നിയമസഭയോട് ചേർത്ത് തന്നെ ഇടത് ഭാഗത്തായി നിയമസഭാ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിലെ വലത് ഭാഗത്തായി ബ്രഹ്മോസ് എയറോസ്പേസ് ആണ് മിസൈലിന്റെ പാഴ്സൊക്കെ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് എയറോസ്പേസ്. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. സോ നമ്മൾ ഓർത്തു എന്തെങ്കിലും ഫേസ് കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യാൻ ഓർത്ത് മാസ്ക് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിയാണിത്. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ 3 ഇതാ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് കഴുകിക്കളയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം നല്ല ബെസ്റ്റ് റിസൾട്ട്സ്. ചേച്ചിയുടെ ഉണങ്ങിയത് കൊണ്ട് ചേച്ചിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. ഹലോ ഗൈസ്, അനില ഭയങ്കര റഫ് റെക്കോർഡേറ്റാണ്. അനില ഭയങ്കര അപ് ടു ഡേറ്റ് ആണ്. സോ ഭയങ്കര ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഫ് റെക്കോർഡേറ്റാണ്. കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളം റൂമിൽ നിന്ന്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ക്ലാസ് ഉണ്ടെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫസ്റ്റ് പേഴ്സൺ വിൽ ബി കൺവേർട്ടഡ് ടു വിച്ച് പേഴ്സൺ? തേർഡ് പേഴ്സൺ. മീനു സെഡ് ഐ ഹാവ് സെർവ്. മീനു പറയാണ് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്ന്. സോ സെഡിന്റെ ഒപ്പം നമ്മൾ ആരെ ആഡ് ചെയ്തു? റിപ്പോർട്ടിംഗ് വെർബായ സെഡ് ദാറ്റ് ആഡ് ചെയ്തു. അങ്ങനെ സൺഡേ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലെഷർ ടൈം സ്പെൻഡ് ചെയ്തത് ബൈ ടേക്കിംഗ് റീൽസ്. സോ നോർമലി നമുക്ക് മോർണിംഗ് ആയിരിക്കും ഹിയറിങ്സ് ഒക്കെ കേൾക്കാനുണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മൾക്ക് ആഫ്റ്റർനൂൺ സെക്ഷൻ ഓൾസോ ഹിയറിംഗ് ഉണ്ടായിരുന്നു. സോ അതാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊസീഡിങ്സ് കാണാൻ വേണ്ടി. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ 4:30 ഒരു ഹിയറിംഗ് കേട്ടു. നല്ല അടിപൊളി ഹിയറിംഗ്. ശരിക്കും പറഞ്ഞാൽ വക്കീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം. നല്ല അടിപൊളി ഹിയറിംഗ് ആയിരുന്നു. ഒരു മാം ഇറ്റ് വാസ് ലൈക്ക് ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഒരു കേസായിരുന്നു. ആൻഡ് അതിന് അപ്പിയർ ചെയ്ത ഒരു ഉത്തരം എന്ന് പറഞ്ഞൊരു മാമായിരുന്നു. സോ പുള്ളിക്കാർക്ക് എനിക്ക് ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു ആളെടുത്ത്. അപ്പോൾ ആൾ ലൈക്ക് ഗ്രാജുവേറ്റ് ഫ്രം NLU ജോധ്പൂർ അവിടെ നിന്ന് വന്നാൽ പഠിച്ചു കഴിഞ്ഞ് 2019 പുള്ളിക്കാർക്ക് പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ദ വേ ഷി അപ്പിയർഡ് വാസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടും നമ്മൾ ഗൂസ് ബംസ് ഒന്ന് വരും എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അപ്പോൾ ആളുടെ നെക്സ്റ്റ് ഹിയറിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഓൺ 15. അപ്പോൾ നമുക്ക് അതും കേൾക്കാൻ പറ്റും. യെസ്. സോ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയിടം രുചിയിലോട്ട് പോവാണ്. ഈവനിങ് ആയിട്ട് ഒരു സ്നാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ. യെസ് ഗൈസ്, ഞങ്ങളങ്ങനെ പഴയിടം രുചിയിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കാപ്പി, മസാല ദോശ, ഗീ റോസ്റ്റ് ഇതാണ് പറഞ്ഞത്. ഇത് മസാല ദോശ, ഇത് ചേച്ചിയാ പറഞ്ഞത്. കുറവല്ലേ മധുരം? ഞാൻ ഓർത്ത് എനിക്ക് മാത്രമാണെന്ന് വിചാരിച്ചു. യെസ്, ഞങ്ങളുടെ ഗീ റോസ്റ്റ് വന്നു. ആൻഡ് പിന്നെ ഒരു ദിവസം നമ്മൾ വർക്കിന് ശേഷം അവിടെ അടുത്ത് പാരഗൺ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയായിരുന്നു ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് കഴിഞ്ഞിട്ട്. സോ അവിടെ പോയിട്ട് നമ്മൾ ഓഫ് കോഴ്സ് പാരഗണിലെ ഫേമസ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ആൻഡ് പ്ലസ് എന്തോ ഒരു ബീഫ് റോസ്റ്റ് അങ്ങനത്തെ ഒരു ഐറ്റം പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്. യെസ് ഗൈസ്, ഞാനങ്ങനെ ഇവിടെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുക. ശരിയില്ല കൂടെ മധുര ചേച്ചിയുള്ളത്. നല്ലൊരു ഈവനിങ് ടൈം, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഇവിടെ. സോ നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി. ഇതാണ് നമ്മുടെ ആള് കാക്കി രാക്കി.
ആൻഡ് ഷാക്കി അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ സ്ലോ മോഷൻ നടന്നു വരികയാണ്. ആൻഡ് അവളേക്ക് നമ്മളെ ഇനി ബാക്കി സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത്. സോ അവളെന്തോ സുട ഇഡ്ഡലിയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പൊടി ഇഡ്ഡലി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങോട്ട് വന്നേ. പക്ഷേ മിക്ക സ്ഥലത്തും അതുണ്ടായിരുന്നില്ല. മിക്ക സ്ഥലത്തല്ല, കയറിയൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേറെ വയ്ക്കാൻ പോയില്ല. ഗൈസ്, ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സൗത്ത് ബ്ലോക്കിലാണ്. സൗത്ത് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവള്. പക്ഷെ ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഭയങ്കരമായിട്ട് പൊടിയുന്നുണ്ട്. കുടയാണെങ്കിൽ അത് പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അത് എടുക്കണ്ട, കാരണം ഒരു കുടക്ക് വേണ്ടി പിന്നെ നമ്മൾ ഇരി ഉണ്ടാക്കുമല്ലോ. ചേച്ചിയാണെങ്കിൽ തല്ലിന് തട്ടനിട്ടിട്ട് രക്ഷപ്പെട്ട്. ഞാൻ കാക്കി പാവം ഞങ്ങൾ മഴ കൊണ്ടുകൊണ്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, കാപ്പി, കേസരി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്ന പറഞ്ഞത്. ബാക്കി ഞങ്ങൾ കഴിച്ചൊക്കെയായിട്ട് പറയാം. സോ ഇത് രാഖി സ്പെഷ്യൽ അടദോശയാണ്. അതായത് എല്ലാ ഗ്രെയിൻസും കൂടി ഇട്ടിട്ടുള്ള ദോശ. വേറൊരു ഫ്ലേവറാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടുത്തെ ഫുഡിങ് കഴിഞ്ഞു. ഇവിടെ കൂടി നടക്കാം. ആൻഡ് ഇവിടെ കുറച്ച് തിരക്കുണ്ട്, ഒരു ചെറിയ തിരക്കുണ്ട്. പിന്നെ മഴ പൊടിയുന്നത് കൊണ്ടാണ് തോന്നുന്നു അധികം കൂടെ ആൾക്കാർ റോഡിലില്ല. വണ്ടിയിടിക്കല്ലേ. ഞങ്ങളിതാ ബട്ടർ തവ ഇഡ്ഡലി കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പോവാണ്. തട്ട് ഇഡ്ഡലി കഴിച്ച് നമ്മളിവിടെ പിരിയാൻ പോവാണ്. നല്ല വെറൈറ്റി ഇഡ്ഡലിയാണ് കേട്ടോ. പൊടിയും പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ഏറ്റവും ഫ്രഷ് ബട്ടറാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട് പോകാനായിട്ട്. പോകുന്നില്ല, നമ്മളിന്ന് ഭീമാപ്പള്ളി അവിടെ കൂടി നമ്മളൊന്ന് പോയിട്ട് നമ്മൾ തിരിച്ച് കൂട്ടി കയറും. ഇപ്പം നമ്മൾ കാക്കി ഇവിടെ നിന്ന് പോവാണ് തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഭീമാപ്പള്ളിയുടെ സൈഡിൽ കൂടി നടക്കുകയാണ്. ഒക്കെ അറിയില്ലേ. അപ്പോൾ ഈ പള്ളിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അകത്ത് ഞാൻ വീഡിയോ എടുക്കൂല. ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റ് ഫേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മളിവിടെ തലപ്പാക്കട്ടി ഡിണ്ടിഗൽ തലപ്പാക്കട്ടിൽ വന്നിരിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് കയറാൻ വേണ്ടി വന്നാൽ പുതിയ ഫിൽറ്ററൊക്കെ ചേർത്ത് ഇൻസ്റ്റന്റ് ഞാൻ എടുത്ത് ചോദിച്ചോ. സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണെന്ന്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് ബസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതോടെ നമ്മളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ്. മാത്യു ചേട്ടൻ ബസ്സിൽ പോവാണ് പട്ടം. യെസ് ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പ് ഡേ ആണ്. ഇന്നാണ് നമ്മളിന്ന് നടന്നു വന്നത്. ബാക്കിയുള്ള ദിവസം നമുക്ക് മടിയായിട്ട് ഓട്ടോയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് നമുക്ക് ബസ്സിലൊക്കെ പോകാൻ പറ്റി. ആൻഡ് പ്ലസ് നമ്മളിന്നൊരു സ്വീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു പിസ്താഷ്യോ ഫ്ലേവറിൻ്റെ ഒരു ഐറ്റം. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തു. സോ നമ്മളിവിടെ നിന്ന് ലാസ്റ്റ് ഡേ നമ്മൾക്ക് ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ടും പിന്നെ ലാൻഡ് സജഷൻ ടു മേക്ക് ദിസ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ മച്ച് മോർ ബെറ്റർ അത് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലീഗൽ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒരു ടോക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ സൈൻ ചെയ്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ കഴിഞ്ഞു.
ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് പി ജിയിലോട്ട് വന്നു. ആൻഡ് പിന്നെ പാക്ക് ചെയ്യാനുണ്ടായി, പാക്ക് ചെയ്തു. അങ്ങനെ ഇപ്പം നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പറഞ്ഞോ റെയിൽവേ സ്റ്റേഷനിൽ പറയണത് പറഞ്ഞതാ. ഇപ്പോഴൊക്കെ നേരത്തെയൊക്കെ നമുക്ക് പോകാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നിറച്ച് ലഗേജായിട്ട് ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. നോക്കൂ, ഇതൊക്കെ മൊത്തം കഴിക്കാൻ തുടങ്ങിയൊക്കെ വരുന്ന വഴിക്ക് ഈ ബാഗാണെങ്കിൽ വന്ന് പക്ഷേ തലയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ നമ്മളെങ്ങനെയൊക്കെ ഇത് ബാലൻസ് ചെയ്തിട്ടാണ്. ടു ബി ഓണസ്റ്റ് വി വെർ എ ബിറ്റ് സ്കെയർഡ് ബിക്കോസ് നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ കുറച്ച് ബ്ലോക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ട്രെയിൻ മിസ്സാവും നല്ല പേടിയുണ്ടായിരുന്നു. നമ്മളങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ ട്രെയിനിൽ വന്ന് കയറുന്നത്. നമ്മൾ കയറലും ട്രെയിൻ എടുക്കലും ഒരുമിച്ചായിരുന്നു. സോ ദാറ്റ് വാസ് അവർ ഇന്റേൺഷിപ്പ് ഡയറീസ് ഫ്രം ട്രിവാൻഡ്രം by interning at K Herrera. Hope you guys enjoyed the video. Bye bye.